എത്രത്തോളം കൂടുതൽ ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ പഠിക്കുന്നുവോ അത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അത്തരത്തിലുള്ള കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ഒന്നാമത്തെ വാക്ക് ഹേർട്ട്. ഹേർട്ട് എന്ന വാക്കിന് വേദനിക്കുക അല്ലെങ്കിൽ വേദനിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. രണ്ട് സെൻറ്റൻസുകൾ നോക്കാം. ഐ ആം സോറി, ഐ ഡിഡിൻറ്റ് മീൻ ടു ഹേർട്ട് യു. എന്നോട് ക്ഷമിക്കണം, നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഐ ആം സോറി എന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം. ഐ ഡിഡിൻറ്റ് മീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ടു ഹേർട്ട് യു, നിന്നെ വേദനിപ്പിക്കാൻ. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കൂ. മൈ ലെഗ് ഹേർട്സ്, എൻ്റെ കാല് വേദനിക്കുന്നുണ്ട്. ഈ സെൻറ്റൻസിൽ ഹേർട്ട് എന്ന വാക്കിനെ വേദനിക്കുക എന്നർത്ഥമാണ്. ഇതിൻ്റെ മുമ്പത്തെ സെൻറ്റൻസിൽ ഹേർട്ട് എന്ന വാക്കിനെ വേദനിപ്പിക്കുക എന്നർത്ഥവുമായിരുന്നു. മൈ ലെഗ് ഹേർട്സ്, എൻ്റെ കാല് വേദനിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ വാക്ക് സ്നീസ്. സ്നീസ് എന്ന വാക്കിന് തുമ്മുക എന്നാണ് അർത്ഥം. രണ്ട് സെൻറ്റൻസുകൾ നോക്കാം. ഹീ സ്നീസ്ഡ് ലൗഡ്ലി, അവൻ ഉച്ചത്തിൽ തുമ്മി. ഹീ സ്നീസ്ഡ് എന്ന് പറഞ്ഞാൽ അവൻ തുമ്മി. ലൗഡ്ലി, ലൗഡ്ലി എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ. അടുത്ത സെൻറ്റൻസ് ഷീ ഹാൻഡഡ് മീ എ ടിഷ്യൂ വെൻ ഐ സ്നീസ്ഡ്. ഞാൻ തുമ്മിയപ്പോൾ അവൾ എനിക്കൊരു ടിഷ്യൂ തന്നു. ഷീ ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ അവൾ തന്നു അല്ലെങ്കിൽ അവൾ നൽകി. എ ടിഷ്യൂ, ഒരു ടിഷ്യൂ. വെൻ ഐ സ്നീസ്ഡ്, ഞാൻ തുമ്മിയപ്പോൾ. സ്നീസ് എന്ന് പറഞ്ഞാൽ തുമ്മുക. വെൻ ഐ സ്നീസ്ഡ്, ഞാൻ തുമ്മിയപ്പോൾ. അടുത്ത വാക്ക് ഹീല്. ഹീൽ എന്ന വാക്കിന് സുഖപ്പെടുക, മുറിവുണങ്ങുക എന്നൊക്കെയാണ് അർത്ഥം. രണ്ട് സെൻറ്റൻസുകൾ നോക്കൂ. ഇറ്റ് ടുക്ക് എ ലോങ് ടൈം ഫോർ ദി വൂണ്ട് ടു ഹീൽ. മുറിവുണങ്ങാൻ ഒരുപാട് കാലമെടുത്തു അല്ലെങ്കിൽ ഒരുപാട് സമയമെടുത്തു. ഇറ്റ് ടുക്ക് എ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുത്തു. ഫോർ ദി വൂണ്ട്, മുറിവിന്. ടു ഹീൽ എന്ന് പറഞ്ഞാൽ ഉണങ്ങാൻ. അപ്പോൾ മുറിവുണങ്ങാൻ ഒരുപാട് സമയമെടുത്തു. അടുത്ത സെൻറ്റൻസ് ടേക്ക് ദിസ് മെഡിസിൻ ടു ഹീൽ ദി പെയിൻ. വേദന സുഖപ്പെടാൻ ഈ മരുന്ന് കഴിക്കൂ. ടേക്ക് ദിസ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് കഴിക്കൂ എന്നാണ് അർത്ഥം. ടു ഹീൽ, സുഖപ്പെടാൻ. ഇവിടെ സുഖപ്പെടാൻ എന്നാണ് അർത്ഥം. ദി പെയിൻ, പെയിൻ എന്ന് പറഞ്ഞാൽ വേദന. അടുത്ത വാക്ക് സോക്ക്. സോക്ക് എന്ന് പറഞ്ഞാൽ കുതിർക്കുക അല്ലെങ്കിൽ കുതിർത്ത് വെക്കുക എന്നൊക്കെയാണ് അർത്ഥം. രണ്ട് സെൻറ്റൻസുകൾ നോക്കാം. ഐ യൂഷ്വലി സോക്ക് ദി ബീൻസ് ഓവർനൈറ്റ്. ഞാൻ സാധാരണ രാത്രി സമയത്താണ് ബീൻസ് കുതിർത്തി വെക്കാറുള്ളത്. ഐ യൂഷ്വലി സോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണയായിട്ട് കുതിർത്തി വെക്കാറുള്ളത്. യൂഷ്വലി എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട്. ബീൻസ് ഓവർനൈറ്റ്, ബീൻസ് ഓവർനൈറ്റ്. ഓവർനൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി സമയത്ത്. അടുത്ത സെൻറ്റൻസ് ഇഫ് യു സോക്ക് ദി ടേബിൾ ക്ലോത്ത് ബിഫോർ യു വാഷ് ഇറ്റ് ദി സ്റ്റെയിൻ ഷുഡ് കം ഔട്ട്. അലക്കുന്നതിന് മുമ്പ് നീ ടേബിൾ ക്ലോത്ത് കുതിർത്ത് വെക്കുകയാണെങ്കിൽ കറകൾ പുറത്തു പോകും. ഇഫ് യു സോക്ക് എന്ന് പറഞ്ഞാൽ നീ കുതിർത്ത് വെക്കുകയാണെങ്കിൽ. ഇഫ് തുടക്കത്തിൽ വരുമ്പോൾ എങ്കിൽ എന്നാണ് അർത്ഥം. ബിഫോർ യു വാഷ് ഇറ്റ്, നീ അലക്കുന്നതിന് മുമ്പ്. ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ്. ബിഫോർ യു വാഷ് ഇറ്റ്, നീ അലക്കുന്നതിന് മുമ്പ്. സ്റ്റെയിൻ, സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ കറ. ഷുഡ് കം ഔട്ട്, പുറത്ത് പോകും. അപ്പോൾ അലക്കുന്നതിന് മുമ്പ് നീ ടേബിൾ ക്ലോത്ത് കുതിർത്ത് വെക്കുകയാണെങ്കിൽ കറകൾ പുറത്ത് പോകും. ഇനി അടുത്ത വാക്ക് പ്ലൗ. പ്ലൗ എന്ന വാക്കിനെ കിളക്കുക എന്നാണ് അർത്ഥം. ഒരു സെൻറ്റൻസ് നോക്കൂ. ഹീ പ്ലൗഡ് ഹിസ് ഗാർഡൻ. അവൻ അവൻ്റെ ഗാർഡൻ കിളച്ചു. ഗാർഡൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. ഇനി അടുത്ത സെൻറ്റൻസ് ഐ പ്ലൗ മൈ ഫീൽഡ് എവരി ഇയർ. ഞാൻ എല്ലാ വർഷവും എൻ്റെ പാടം കിളക്കാറുണ്ട്. ഐ പ്ലൗ എന്ന് പറഞ്ഞാൽ ഞാൻ കിളക്കാറുണ്ട്. മൈ ഫീൽഡ്, എൻ്റെ പാടം. എവരി ഇയർ, എല്ലാ വർഷവും. ഇതുപോലെയുള്ള ധാരാളം വാക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൻ്റെ ബാക്കി പാർട്ട് 2 എന്ന അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.